ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലല്ലേ ഒരു ഷെഡ് പൊളിച്ചു, തീയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രചരണം നടന്നു. സഖാവ് സന്തോഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു, പാർട്ടിക്ക് മാതിരി പണിയെടുക്കണമെങ്കിൽ ഈ പുരുഷോത്തമന്റെ ഷെഡ് മാത്രമല്ല, അതിന്റെ അടിയിലുള്ളതെല്ലാം മാന്തിയെടുക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലായിക്കോളി. പക്ഷെ അതല്ലല്ലോ ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളെങ്ങനെ ഏത് വിധത്തിൽ അക്രമം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടോ? അക്രമം നടന്നു. ഇപ്പൊ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പയ്യന്നൂരിലെ പാർട്ടിയാകെ അങ്ങ് ഒലിച്ചുപോയി, തീർന്നുപോയി എന്നൊന്നും ആരും ധരിക്കണ്ട. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം നല്ല നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടി കരുത്തുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലായിക്കോളി. ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, സമരത്തിൽ പങ്കാളികളായിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തരായ സമര വളണ്ടിയർമാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇത്തരമൊരു സമരം ഇവിടെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്താനിടയായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് പി സന്തോഷ് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ സമരത്തിലൂടെ ഒറ്റ കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ. പയ്യന്നൂരിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, ആ അക്രമങ്ങൾക്ക് ഉത്തരവാദികളായവർ ആരായാലും അവരെ പിടികൂടണം. ആരായാലും പിടികൂടണം. ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലല്ലേ ഒരു ഷെഡ് പൊളിച്ചു, തീയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രചരണം നടന്നു. സഖാവ് സന്തോഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു, പാർട്ടിക്ക് മാതിരി പണിയെടുക്കണമെങ്കിൽ ഈ പുരുഷോത്തമന്റെ ഷെഡ് മാത്രമല്ല, അതിന്റെ അടിയിലുള്ളതെല്ലാം മാന്തിയെടുക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലായിക്കോളി. പക്ഷെ അതല്ലല്ലോ ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളെങ്ങനെ ഏത് വിധത്തിൽ അക്രമം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടോ? അക്രമം നടന്നു. ഇപ്പൊ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പയ്യന്നൂരിലെ പാർട്ടിയാകെ അങ്ങ് ഒലിച്ചുപോയി, തീർന്നുപോയി എന്നൊന്നും ആരും ധരിക്കണ്ട. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം നല്ല നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടി കരുത്തുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലായിക്കോളി. ഒരു പീറ ഷെഡ് കൊണ്ട് കത്തിക്കുക, എന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുക ഇത് നടത്തിയതിന് പിന്നിൽ ടി.എ. മസൂദനാണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പയ്യന്നൂരിലെ മുൻ എം.എൽ.എ. സഖാവ് ടി.എ. മസൂദനാണ് ഇതിന്റെ പിന്നിലെന്ന് പ്രചരിപ്പിക്കുക. ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? അയാൾ പത്രസമ്മേളനത്തിൽ പറയുന്നതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞല്ലോ, സാധാരണ ഷെഡില് കാവലായിട്ട് ഒരാളുണ്ടാവും, പക്ഷെ അന്നേ ദിവസം ആളുണ്ടായില്ല എന്ന് കൃത്യമായി അറിയാൻ വേണ്ടി കഴിയുന്ന ആർക്കാ? പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സന്തോഷാണോ? ജില്ലാ സെക്രട്ടറി അംഗം ടി.എ. മസൂദനാണോ? മസൂദൻ അതും അന്വേഷിച്ചു പോവാണോ? ഇത് കൃത്യമായിട്ട് അറിയുന്ന ആളാരാ? വളരെ ആസൂത്രിതല്ലേ? ഞങ്ങൾ പയ്യന്നൂരിലെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്, അടിയന്തരമായി കൃത്യമായ അന്വേഷണം നടത്തി SIT അല്ല, അതിന്റെ അപ്പുറത്തെ IT ഉണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട് അന്വേഷിക്കണം. അന്വേഷിച്ച് ഉത്തരവാദികളെ പിടിക്കണം. പാർട്ടി അനാവശ്യമായിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പാർട്ടിയെ പ്രചരണത്തിന് വിധേയമാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഉത്തരവാദികളായവർ ആരായാലും പിടിക്കണം. ഒരു ദിവസം ഇവിടെ ചൂണ്ടിക്കാണിച്ചു, ഒരാളെ വീട്ടിൽ നിന്ന് ബൈക്ക് കത്തിക്കുക. ബൈക്ക്, 2 ബൈക്ക് ഉണ്ട് അവിടെ. പുതിയ ബൈക്കും ഉണ്ട്, പഴയ ബൈക്കും.
പഴയ ബൈക്ക് ഏതാണ്ട് ഉപേക്ഷിക്കാനായ 19 വർഷത്തോളം പഴക്കമുള്ള ബൈക്ക് വീടിന്റെ അടുത്തുനിന്ന് എടുത്തു കൊണ്ടുപോയി 10-50 മീറ്റർ അകലെ കൊണ്ടുപോയിട്ട് മനോഹരമായി വെച്ച് കത്തിക്കുകയാണ്. ആക്രമിക്കാൻ വേണ്ടി വന്നിട്ട് ബോധപൂർവ്വം ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആളാണെങ്കിൽ ബൈക്ക് കണ്ടിട്ടാകുമ്പോൾ ബൈക്ക് വീടിന്റെ അടുത്ത് കത്തിയാന്നാ സംഭവിക്കാൻ പോന്നെ, അവിടെ തന്നെ കത്തിച്ചാൽ പോലെ. ഇപ്പൊ വീട്ടിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല ബൈക്കിന് കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ഒന്നിനും കൊള്ളാത്ത ബൈക്ക് കത്തട്ടെ, കത്തിക്കഴിഞ്ഞാൽ പാർട്ടിക്കെതിരായി വാർത്ത ഉണ്ടാക്കാം. എന്താ ലക്ഷ്യം? ആസൂത്രിതമായിട്ടല്ലേ? എന്താ പോലീസ് പിടിക്കാത്ത? മറ്റൊരു ദിവസം ഒരു സ്ത്രീയുടെ വീടിന് നേരെ പടക്കം നോക്കുമ്പോഴത്തേക്ക് വീടിന് കൊള്ളുന്നില്ല, അവിടെ പരിസരത്തുള്ള ബോർഡിനാ കൊള്ളുന്നു. വീടിന് കൊള്ളുന്നില്ല, പരിസരത്തുള്ള ബോർഡിന് കൊള്ളുന്നു. എന്താ ഇങ്ങനെ സംഭവിക്കണേ? അതും പാർട്ടിന്റെ പടലിൽ. എന്താ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പിന്റെ മുമ്പ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആ സമയത്തൊക്കെ പോലീസ് പിണറായിന്റെ പോലീസാണ്, അതുകൊണ്ട് അന്വേഷിക്കാത്തതാണ്, അതുകൊണ്ടാണ് കുറ്റവാളികളെ പിടികൂടാത്തത് എന്നായിരുന്നില്ലേ പ്രചരണം? ഇപ്പൊ പോലീസ് ചെന്നിത്തലയുടെ പോലീസാ, സതീശന്റെ പോലീസാ. ഇവിടെയുള്ള പയ്യന്നൂരിലെ MLA വി കുഞ്ഞികൃഷ്ണന്റെ സ്വന്തം പോലീസാ. എന്താ അന്വേഷിക്കാതെ? എന്താ നടപടിയെടുക്കാത്ത? നടപടിയെടുത്താൽ പിടികൂടി കഴിഞ്ഞാൽ ആളാരാണെന്ന് കണ്ടുപിടിക്കപ്പെടുമെന്നുള്ള ഭയമാണോ? അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടകളൊക്കെ തകർന്നു വീഴുമെന്നുള്ള ഭയമാണോ? നിങ്ങൾ വ്യക്തമാക്കണം. നുണക്കോട്ടകളുടെ മേലെയാണ് നിങ്ങൾ നിൽക്കുന്നത്. എല്ലാ കാലവും നുണക്കോട്ട അങ്ങനെ നിലനിൽക്കുമെന്ന് കരുതണ്ട. നിങ്ങൾ നോക്ക്, സോഷ്യൽ മീഡിയയോട് നടത്തിയ പ്രചരണം എന്താ? പാർട്ടിയുടെ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി മെമ്പർ ടി.എ. മധുസൂദനൻ, ഏരിയ സെക്രട്ടറി പി. സന്തോഷം, ഈ പയ്യന്നൂർ മേഖലയിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ, സർവരും ആദരിക്കുന്ന നേതാവാണ് വി. നാരായണൻ. നാരായണൻ കുഞ്ഞികൃഷ്ണൻ എടുത്ത നിലപാടിനെതിരായ ഒരു പ്രസംഗം നടത്തിയോടുകൂടി നാരായണനെതിരായിട്ട് പ്രചരണം. സി. കൃഷ്ണൻ മുൻ MLA ഈ നേതാക്കൾക്കെതിരായിട്ട് നടത്തിയ പ്രചരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സോഷ്യൽ മീഡിയയിലൂടെ രണ്ട് തട്ടാക്കുക, എന്നിട്ട് രണ്ട് വിഭാഗം നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും മറ്റവർക്കെതിരായി നടത്തുന്ന പ്രചരണമാണ് എന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് നാരദന്റെ പണി. ആ നാരദന്റെ പണി അറിയാവുന്ന ഒറ്റ ഒരാൾ മാത്രമേ ഈ പയ്യന്നൂരിലെ രാഷ്ട്രീയത്തിലുള്ളൂ. അത് ആരാണെന്ന് പറയാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ആ നാരദൻ ആരാണെന്ന് കൃത്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അറിയാത്തൊന്നുമല്ല. എന്താ പോലീസ് അന്വേഷിച്ച് പിടിക്കാത്ത? നടത്തിയ പ്രചരണം നിങ്ങൾ നോക്കൂ. ഈ നേതാക്കൾക്കെതിരായി, നാട് ആദരിക്കുന്ന നേതാക്കൾക്കെതിരായി, നാരായണ ഉൾപ്പെടെയുള്ള സി. കൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായി നടത്തിയ പ്രചരണം നിങ്ങൾ നോക്കൂ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഫേക്ക് ഐഡി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രചരണം നടത്തിയത്. ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാത്ത വിധത്തില് വ്യാജ പ്രചരണം ഫേക്ക് ഐഡിയുടെ, ആ ഫേക്ക് ഐഡിയിലൂടെ പ്രചരണം നടത്തിച്ചവരെ ഞങ്ങളൊരു കാര്യം പറയാം, ധൈര്യമുണ്ടെങ്കിൽ പൊതുവിടത്തിൽ വന്ന് അങ്ങനെ രണ്ട് വാക്ക് പറയാൻ വേണ്ടി ധൈര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കും. അപ്പോൾ പയ്യനോട് കാണിച്ചു തരും എന്താണെന്നുള്ളത്. അങ്ങനെ മറഞ്ഞു നിന്നിട്ട് ഉള്ളിലോട്ടുള്ള കളിയല്ലേ? എന്താ പോലീസ് പിടിക്കാത്ത? ഞങ്ങൾ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയത്, ഏരിയ കമ്മിറ്റി നടത്തിയത്, SP-ക്ക് പരാതി കൊടുത്തിട്ട് കാലത്രേ. എന്താ പിടികൂടാത്തെ? ഫേക്ക് ഐഡി എന്താ കണ്ടുപിടിക്കാൻ കഴിയില്ലേ? സൈബർ പോലീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ലല്ലേ? സൈബർ പോലീസ് അന്വേഷിച്ചാൽ ആളെ കിട്ടൂലേ? എന്തേ അന്വേഷിക്കാത്തേ? എന്തേ കണ്ടുപിടിക്കാത്തേ? ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ചെന്നിത്തലയുടെ പോലീസ് ഇത് കണ്ടുപിടിക്കുമോ? കണ്ടുപിടിച്ച് നാട്ടിലെ ജനങ്ങളോട് പറയുമ്പോ ആരോപണേ ജനങ്ങളോട് പറയാ. എന്താ പറയാതിരിക്കുന്നത്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയതാണ് നാരദപ്പണി. അങ്ങോട്ടും ഇങ്ങോട്ടും മേഷണി കൂട്ടി എന്നിട്ട് പാർട്ടിയുടെ പ്രവർത്തകരെയും നേതാക്കളെയും രണ്ട് തട്ടിലാക്കി മാറ്റാൻ വേണ്ടി കഴിയുമോ നോക്കുക. എന്നിട്ട് പാർട്ടികൾക്ക് പ്രശ്നമുണ്ടോ എന്ന് വരുത്തി തീർക്കുക. ചെന്നായെ പോലെ ചോര കുടിക്കുക. അതല്ലേ ചെയ്യുന്നത്? അതായിരുന്നില്ല നിങ്ങൾ തുടക്കം മുതൽ അതായിരുന്നില്ലേ? ഇപ്പൊ പയ്യന്നൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA അയാളിപ്പോ പറയാണ്, ഞാനാണ് മഹാവിപ്ലവകാരി.
സഖാബ് EMS പറഞ്ഞിട്ടുണ്ട്, എന്നെ എപ്പോഴെങ്കിലും മലയാള മനോരമ ഞാൻ നല്ലതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ മനസ്സിലായിക്കൊള്ളുക, എനിക്കെന്തോ തെറ്റുപറ്റി. ഇപ്പോഴ് കേരളത്തിലാകെ 3 വിപ്ലവകാരികളെ ഉള്ളൂ, 3 യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഉള്ളൂ. പറയുന്ന ആരാ? മാമമ്മാപ്പിളയുടെ മലയാള മനോരമ. 3 യഥാർത്ഥ വിപ്ലവകാരികളെ ഉള്ളൂ. പറയുന്നത് ആരാ? രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റ് ഇങ്ങനെ മെനഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള മഹാവിപ്ലവകാരി. അയാൾ എന്താ പറയും? ഞാനേ ഇനി വിപ്ലവകാരിയായിട്ടുള്ളൂ, വേറെ ആരുമില്ല. തുടക്കത്തിൽ നാട്ടിൽ പറഞ്ഞ ഞാൻ പാർട്ടിക്കുള്ളിൽ അഴിമതിക്കെതിരായി സമരം നടത്തുന്നയാളാണ്, അഴിമതിക്കെതിരായി സമരം നടത്തുന്നയാളാണ്. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമണമല്ലേ, പെരുന്നുണയല്ലേ നിങ്ങൾ തുടർച്ചയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രമാത്രം നുണകൾ! പയ്യന്നൂരില് CPM എന്ന് പലരും പുറത്തു പോയിട്ടുണ്ട്, പക്ഷെ പുറത്തു പോയതിനു ശേഷം ആ പുറത്തുപോയ ആളുകൾ ആരും പാർട്ടിക്കുള്ളിലുള്ള രേഖയെടുത്ത് നാട്ടുകാരെ കാണിച്ച് പത്രസമ്മേളനം നടത്തില്ല. പാർട്ടിക്കുള്ളിലുള്ള സമയത്തുള്ള നിലപാടുകൾ വെച്ചുകൊണ്ട് നാട്ടുകാരോട് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര ഉന്നത സ്ഥാനത്തിരുന്നവർ പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്, അവരൊക്കെ പുറത്തു പോകുന്നത് കൊണ്ട് എന്തെങ്കിലും പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ മനുഷ്യനെ കുറച്ചു കാലമായി കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലുള്ള സമയത്ത് ആരോടും ഞാൻ ചിരിക്കുന്ന കണ്ടിട്ടില്ല, ആരോടും ചിരിക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം എന്തൊരു ചിരിയാണ്, എന്തൊരു സന്തോഷം! പാർട്ടിക്കെതിരെ കടന്നാക്രമണം നടത്താൻ വേണ്ടി എന്തൊരു സന്തോഷം! കഴിഞ്ഞ നായനാർ ദിനത്തിന് ഞാൻ കല്യാശ്ശേരി ഒരു പ്രസംഗം നടത്തി. ഞാൻ പറഞ്ഞു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ന്യൂനപക്ഷ വർഗീയത മാത്രമല്ല, ഭൂരിപക്ഷ വർഗീയതയും രണ്ടും പറയുന്നതിന്റെ ഇടയിൽ ന്യൂനപക്ഷ വർഗീയത എടുത്തു പറയുന്ന ഭാഗം മാത്രം അടർത്തിയെടുത്തു ചെല്ലും. എന്നിട്ട് മീഡിയ വൺ അന്ന് രാത്രി ചർച്ച, ന്യൂനപക്ഷങ്ങളെ ആകെ വർഗീയവാദികളാക്കി മാറ്റി. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ന്യൂനപക്ഷങ്ങൾ വർഗീയവാദികളാണ് എന്നാണോ? ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്നവർ ആകെ വർഗീയവാദികളാണ് എന്നാണ് അർത്ഥം. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിന്റെ അനുഭവത്തില് അത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയത. ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ നവഭാസിസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയത. ഇവിടെ പയ്യന്നൂരിലെ MLA ഉടനെ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, CPM നേതൃത്വത്തിന്റെ BJPയുമായിട്ടുള്ള ബാന്ധവം പുറത്തു വന്നിരിക്കുന്നു, ന്യൂനപക്ഷങ്ങളെയാകെ വർഗീയവാദികളാക്കിയിരിക്കുന്നു. പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെ സകല രേഖകളും എടുത്ത് പരിശോധിച്ചാൽ അതിലെല്ലാം കേന്ദ്ര കമ്മിറ്റി മുതൽ ഇങ്ങോട്ടേക്കുള്ള സകല കമ്മിറ്റികളുടെ രേഖയിൽ കാണാം മൈനോറിറ്റി കമ്മ്യൂണലിസം, മെജോറിറ്റി കമ്മ്യൂണലിസം. ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയുള്ള നറേറ്റീവ് ഏറ്റുപിടിക്കുകയല്ലേ കൂടുതൽ MLA പാർട്ടി ആക്രമിക്കാൻ. എന്നിട്ട് എന്താ പറയുന്നത്? BJPയുമായിട്ടുള്ള ബാന്ധവം പുറത്തു വന്നിരിക്കുന്നു. ഞാനൊരു കണക്കെടുത്ത് നോക്കി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJPക്ക് 18,000-ലേറെ വോട്ട് കിട്ടിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോഴത്തേക്ക് BJPയുടെ വോട്ട് 8,000-ആയി ചുരുങ്ങി. ആ വോട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ ആ വോട്ടൊക്കെ നേരെ പാറിപ്പറന്ന് പോയിരിക്കുകയാണ്. 10,300ഓളം വരുന്ന വോട്ട് പാറിപ്പറന്ന് പോയിരിക്കുക വി കുഞ്ഞികൃഷ്ണന്റെ പെട്ടിയിലേക്ക്. എന്നിട്ട് പെട്ടിയിലേക്ക് BJPയുടെ വോട്ട് വാങ്ങിയിട്ട് ലജ്ജയില്ലാതെ BJPയുമായിട്ട് ബാന്ധവം ഉണ്ടാക്കിയിട്ട് പാർട്ടിക്കെതിരായിട്ടല്ലേ, പാർട്ടി BJPയുമായിട്ട് ബന്ധമുണ്ടാക്കുന്നു എന്നല്ലേ? നോക്കൂ, ധനരാജ് രക്തസാക്ഷിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നുണപ്രചരണം നടത്തിയത്. സഖാവ് ധനരാജിന്റെ പേര്, ധനരാജ് രക്തസാക്ഷി ദിനമായ അന്നേ ദിവസം തന്നെ ഈ പയ്യന്നൂരിലെ MLAയുടെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആ MLA ഓഫീസിലേക്ക് വന്നൊരാൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതിൽ ആശംസ പറയാൻ വേണ്ടി വന്നയാള് ഇവിടെയുള്ള RSSകാരനായ BJPക്കാരനായ ഒരാള്. എന്നിട്ട് അയാൾ പറഞ്ഞു, പയ്യന്നൂരിൽ ഇതുവരെ ഒരു MLAയും ഞങ്ങളുടെ MLA ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോഴിതാ പയ്യന്നൂർ ഞങ്ങളുടെ സ്വന്തം MLA ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നുവെന്ന് ധനരാജിന്റെ കൊലയാളികൾ വിളിച്ചു പറയുമ്പോ മിസ്റ്റർ വി കുഞ്ഞികൃഷ്ണൻ
നിങ്ങൾ ധനരാജിന്റെ പേരുച്ചരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? എന്നിട്ട് പറയാണ് ഞങ്ങൾ BJP-യുമായിട്ട് ഡീൽ. നിങ്ങൾ നോക്കിയപ്പോ പാർട്ടിയെ കടന്നാക്രമിക്കല്ലേ, പെരുന്നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടല്ലേ? എന്തൊക്കെ കഥയാ? ഞങ്ങൾ പറഞ്ഞു വി കുഞ്ഞികൃഷ്ണൻ വർഗപഞ്ചായന. ഇപ്പൊ പാർട്ടി തെരഞ്ഞെടുപ്പ് റിവ്യൂ നടത്തിയപ്പോ ഞങ്ങൾ തന്നെ കണ്ടു പെരുന്നുണ ഇങ്ങനെ വലിയ നിലയിൽ പ്രചരിപ്പിക്കുമ്പോ ആ പ്രചരിക്കുന്നതിനിടയിൽ ജനങ്ങളുടെ ഇടയിൽ ആ പ്രചരണം വലിയ നിലയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല, പാർട്ടിക്കില്ല. ആ സമയമില്ലാത്തതുകൊണ്ട് ആ സമയത്ത് ആലോചിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റുന്നതായിരുന്നു നല്ലത്. അല്ലാണ്ട് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ശരിയാണെന്ന് കേട്ടിട്ടല്ല, സ്ഥാനാർത്ഥിയെ മാറ്റുന്നതായിരുന്നു നല്ലത്. അപ്പൊ ഉടനെ തന്നെ കുഞ്ഞികൃഷ്ണൻ ഞാൻ പറഞ്ഞ ശരിയായില്ലേ, നിങ്ങൾ പറഞ്ഞ ഗുണപ്രചരണം ശരിയാണ് എന്നതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നിങ്ങൾ ഉണ്ടാക്കിയ പുകമറയുണ്ട്. ആ പുകമറയുടെ പശ്ചാത്തലത്തിൽ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നുണ പറയുമ്പോൾ വളരെ പെട്ടെന്ന് സത്യം ചെരുപ്പിടുന്നതിന് മുമ്പ് നുണ ലോകം സഞ്ചരിച്ചു വരുമെന്നാണല്ലോ സാധാരണ പറയാറുള്ളത്. ആ നുണ കുറെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ സത്യമായി പുറത്തു വരിക തന്നെ ചെയ്യും. അത് ഈ നാട് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളി. ഇപ്പൊ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചില മാധ്യമങ്ങൾ അല്ലാണ്ട് ബേജാറായി, ഓ ഇത് പാർട്ടി അറിഞ്ഞിട്ടാണോ, ഇത് മസൂദന്റെ വ്യക്തിപരമായിട്ടാണോ? പാർട്ടി ആലോചിച്ച് ഞാൻ ഉത്തരവാദിത്തോടെ പറയാണ്, ഈ പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്, CPIM ആണ് കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഞങ്ങൾ അങ്ങനെയാണ് ജനങ്ങളെ സമീപിക്കാൻ വേണ്ടി പോകുന്നത്. കോടതിയിൽ ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ നടത്തുന്ന നുണപ്രചരണങ്ങളുണ്ടല്ലോ, ആ പ്രചരണങ്ങളുമായി നിങ്ങൾ കോടതിയിലെത്തും. നിയമപരമായി നിങ്ങൾ ഞങ്ങൾ നിയമപരമായി കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നുണക്കോട്ടകളാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ആ നുണക്കോട്ടയുടെ മേലെ ആണ് നിങ്ങൾ തൽക്കാലം ജയിച്ച് MLA ആയത്. ആ ജയിച്ച് MLA ആയതിന് വോട്ട് ചെയ്ത സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായ മനുഷ്യരുണ്ടാവും. ആ മനുഷ്യർ ഈ പാർട്ടിയുടെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. അങ്ങനെയുള്ള മനുഷ്യരെ ഞങ്ങൾ വസ്തുത പറഞ്ഞ് ബോധ്യപ്പെടുത്തി, തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് വരും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതെന്താ? ഓ ഞങ്ങളുടെ പാർട്ടി CPIM മുതലാളിമാരുടെ പാർട്ടിയാണ്, CPIM. അതുകൊണ്ടാണ് ആ മുതലാളിമാരെ ഞാൻ പാർട്ടിക്കുള്ളിൽ ഒന്ന് ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ പാർട്ടിക്ക് അനഭിമാനനായത്. അങ്ങനെയാണ് ഞാൻ വർഗപഞ്ചകനായത്. നല്ല വാദം തന്നെയാണ്. മുതലാളിമാരുടെ പാർട്ടി. ഈ പുള്ളിക്കാരൻ പോയിട്ട് നേരെ ഷാളിട്ട് കൊടുത്തത് VD സതീശനാണ്. ഈ കറിയില്ലേ, സതീശൻ മുഖ്യമന്ത്രിയായ ഉടനെ തന്നെ കയ്യിൽ വെച്ച വകുപ്പ് തുറമുഖ വകുപ്പാ. ആർക്ക് വേണ്ടിയാ? മംഗലാപുരത്തേക്ക് ഒരു യാത്ര നടത്തി, പ്രത്യേക വിമാനത്തിൽ യാത്ര. ഇപ്പൊ പ്രത്യേക ഹെലികോപ്റ്ററിലും പ്രത്യേക വിമാനത്തിലുള്ള യാത്രയാണല്ലോ നാടറിയുന്നത്. പ്രത്യേക വിമാനത്തിൽ യാത്ര ഇതിനു വേണ്ടിയിട്ട് ഒരാളെ അസുഖമായതുകൊണ്ട് കാണാൻ പോയി എന്നാണ് ആദ്യം പറഞ്ഞത്. ഒരു കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന അസുഖമായതുകൊണ്ട് കാണാൻ പോയി. ഇപ്പൊ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി, അദാനിയുടെ പ്രതിനിധികളെ കാണാൻ വേണ്ടി പോയതാണ് എന്നുള്ളത് മനസ്സിലായി. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പാണ് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു, ആ ഫ്ലൈറ്റിന് കൊടുത്ത തുക ആരാണ് കൊടുത്തത്? സ്പെഷ്യൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ 40 ലക്ഷം റുപ്യ വേണം. ആ 40 ലക്ഷം റുപ്യ ആര് കൊടുത്തു? VD സതീശൻ പോക്കറ്റിൽ എടുത്ത് കൊടുത്തോ? അല്ല മറ്റാരും കൊടുത്തോ? അദാനിയാണ് കൊടുത്തതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയില്ലേ? ആര് കൊടുത്തു എന്ന് പറയേണ്ട മുഖ്യമന്ത്രി. എന്തിനു വേണ്ടിയാ കൊടുത്തേ? വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി 2400 കോടി റുപ്യാണ് അദാനി ചെലവഴിച്ചത്. 2400 കോടി റുപ്യ. സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് 5400 കോടി റുപ്യാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ കരാറാണ്. 5400 കോടി റുപ്യ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പോർട്ട് ഉണ്ടാക്കുക. 2400 കോടി റുപ്യ അദാനിയും അതിനകത്ത് പങ്കുവഹിക്കുക. എന്നിട്ട് അദാനിക്ക് 10-45 വർഷം ഈ പോർട്ട് നടത്താനുള്ള സമ്പൂർണ്ണമായ അധികാരം കൊടുക്കുക. സംസ്ഥാന സർക്കാരിന് ഇതിന്റെ വിഹിതം കിട്ടാൻ വേണ്ടി പോകുന്ന 2035 മുതലാണ്. അത് കിട്ടുന്ന വിഹിതം എത്രയാണെന്നറിയാം? ആകെ കിട്ടുന്ന വരുമാനത്തിന്റെ 1% സംസ്ഥാന സർക്കാരിന് കിട്ടുന്നു. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറാണ്.
ആ കരാർ ലംഘിക്കാൻ വേണ്ടി കഴിയില്ല. കരാറുമായി മുന്നോട്ടേക്ക് പോകണം. അങ്ങനെയാണ് LDF സർക്കാർ ആ കരാറുമായി മുന്നോട്ടേക്ക് പോയിട്ട് വോട്ട് യാഥാർത്ഥ്യമാക്കിയത്. കരാറുണ്ടാക്കി എന്നല്ലാതെ അതിനുവേണ്ടിയുള്ള ഏസ് ഇറക്കിയ, അതിനുവേണ്ടി TS ഇറക്കിയ, അതിനുവേണ്ടി പണം മുഴുവൻ ചെലവഴിച്ച സർക്കാരിന്റെ പേരാണ് പിണറായി സർക്കാർ വോട്ടുണ്ടാക്കി. എന്നിട്ടോ 2400 കോടി രൂപ ചെലവഴിച്ച അദാനി അവരുടെ ഓഹരിയുടെ 49% വിൽക്കുകയാണ്. വിൽക്കുന്ന ആർക്കാന്നറിയോ? MSC എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിക്ക്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. എത്ര തൂക്കാന്നറിയോ? 13,000 കോടി രൂപ. 2400 കോടി രൂപ ചെലവഴിച്ച അദാനി ആ ചെലവഴിച്ച പോർട്ട് ഉദ്ഘാടനം ചെയ്ത ഉടനെ തന്നെ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ 13,000 കോടി രൂപയ്ക്ക് വെറും 49% ഓഹരി വെക്കുന്നു. നോക്കണം, അദാനിക്കുണ്ടായിട്ടുള്ള നേട്ടം എത്രയും നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിന്റെ നിയമപരമായ കാര്യത്തിൽ ഞാൻ കടക്കുന്നില്ല. മുൻകൂട്ടി അനുമതി വാങ്ങേണ്ട ഉൾപ്പെടെയുള്ള നിയമപരമായ കാര്യമുണ്ട്. അതൊക്കെ അദാനിക്ക് അങ്ങ് ഒഴിവായി കൊടുത്തു. നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഞാനെല്ലാം ചെയ്തു തരാം എന്ന് പറയുന്ന PD സതീശന്റെ മുന്നിൽ കുമ്പിട്ട് വെക്കുന്ന മിസ്റ്റർ വി കുഞ്ഞികൃഷ്ണൻ, നിങ്ങൾ ഏത് മുതലാളിയാ നിങ്ങൾ പിന്തുണക്കുന്നത്? നിങ്ങൾ ഏത് മുതലാളിയാ? ഈ കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളി അദാനി. ആ അദാനിയുടെ കാലിൽ പോയിട്ട് ഇങ്ങനെ വീഴുന്ന PD സതീശന്റെ പിന്നാലെ കൂടുന്ന നിങ്ങൾ ഏത് തൊഴിലാളികളുടെ കൂടെയാണ്? ഏത് പാവപ്പെട്ടവരുടെ കൂടെയാണ്? നിങ്ങൾ നോക്കൂ, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ലേ ഇപ്പോ ബജറ്റ് അവതരിപ്പിച്ചില്ലേ? ആ ബജറ്റിലെ കരിമണല് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഖനനം നടത്താൻ വേണ്ടി അനുമതി ഉൾപ്പെടെ നൽകുന്നില്ലേ? ആരോഗ്യ മേഖലയുടെ സ്വകാര്യവൽക്കരണം പറയുന്നില്ലേ? വിദ്യാഭ്യാസ മേഖലയുടെ സ്വകാര്യവൽക്കരണം പറയുന്നില്ലേ? ഇതെല്ലാം ആർക്ക് വേണ്ടിയാ? രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ലേ? വൻകിടക്കാർക്ക് വേണ്ടിയല്ലേ? അങ്ങനെ ചെയ്യുന്ന VD സതീശന് പിന്തുണ കൊടുക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ പറയാണ് പോലും താൻ മുതലാളിമാർക്കെതിരായി. ഏത് മുതലാളിക്കെതിരാ വി കുഞ്ഞികൃഷ്ണൻ? ഞങ്ങൾ എന്നിട്ട് മുതലാളിയുടെ പാർട്ടി. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് പാവപ്പെട്ടവന്റെ പക്ഷത്തു നിന്നുള്ള നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനം. വേറെ ആരാ? നോക്കൂ, ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കിയ പാർട്ടി. ആ പാർട്ടിയാണോ? ഇടതുപക്ഷമാണോ മുതലാളിയുടെ പാർട്ടി? ആ പാർട്ടിയാണോ, ആ പ്രസ്ഥാനമാണോ മുതലാളിയുടെ പാർട്ടി? BJP ഗവൺമെന്റ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് മുഴുവൻ അദാനിക്ക്. നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം എയർപോർട്ട് വിൽക്കാൻ വേണ്ടി തുടങ്ങും. പറഞ്ഞു ആ എയർപോർട്ട് നിങ്ങൾ വിൽക്കണ്ട, ഞങ്ങൾ എടുത്ത് നടത്തിക്കോളാം, സംസ്ഥാന സർക്കാർ നടത്തിക്കോളാം. തിരുവനന്തപുരത്ത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ ഒരു സ്ഥാപനം, ആ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഞങ്ങൾ എടുത്ത് നടത്തിക്കോളാം, ഞങ്ങൾ വാങ്ങി. പൊതുമേഖല നിലനിർത്തി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ വേണ്ടി പോയതാ. കാസർഗോഡ് ബെമലിന്റെ ഒരു സ്ഥാപനം EML, അത് ഞങ്ങൾ സംസ്ഥാന സർക്കാർ വാങ്ങി പൊതുമേഖലയിൽ നിലനിർത്തി തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിച്ചു. ആ ഞങ്ങളാണോ മുതലാളിയുടെ പാർട്ടി? ആ ഞങ്ങളാണോ മുതലാളിയുടെ പാർട്ടി? ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ, ഇന്ത്യ രാജ്യത്താകെ 92,000-ഓളം സ്കൂളുകളാണ് BJP ഗവൺമെന്റിന്റെ ഭരണത്തിൽ 10 വർഷത്തിനിടയിൽ 92,000 സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. ഏത് രാജ്യത്താ? 3.25 കോടി കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ പോകാത്ത, പഠിക്കാൻ വേണ്ടി പോകേണ്ട പ്രായത്തിൽ സ്കൂളിൽ പോകാത്ത കുട്ടികളുള്ള 3.25 കോടി കുട്ടികളുള്ള ഒരു രാജ്യത്താണ് 92,000 സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത്. രാജ്യത്താകെ സ്കൂൾ അടച്ചുപൂട്ടിയപ്പോ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളും പൂട്ടിയില്ല എന്ന് മാത്രമല്ല, കല്ലുകുത്തു തൊഴിലാളിയുടെയും, വീടി തൊഴിലാളിയുടെയും, കർഷക തൊഴിലാളിയുടെയും, കൈത്തറി തൊഴിലാളിയുടെയും, കച്ചവടക്കാരന്റെയും, ഇടത്തരക്കാരന്റെയും, പാവപ്പെട്ടവന്റെയും, ചുമട്ട് തൊഴിലാളിയുടെയും എല്ലാ മക്കൾ പഠിക്കുന്ന സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷം. ആ ഞങ്ങൾ മുതലാളിയുടെ പാർട്ടി. ആരാ മുതലാളിയുടെ പാർട്ടി? ഞങ്ങളാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾ മുതലാളിയുടെ പാർട്ടി. എന്താ പ്രചരണം? ഇത് ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണോ? വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നയാൾ ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മാമൻ മാപ്പിളയുടെ മലയാള മനോരമയാണ്. ഉത്തമ കമ്മ്യൂണിസ്റ്റിന് ഇമാതിരി വർത്തമാനം പറയാൻ കഴിയോ? ആ പുസ്തക പ്രകാശനത്തിൽ ഉദ്ഘാടനത്തിൽ പറഞ്ഞെന്താ? SNC ലാബിലിംഗ് കരാറുണ്ടാക്കി പിണറായി വിജയൻ അഴിമതി നടത്തുമെന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്താ ലാബിലിംഗ് കരാർ ഉണ്ടാക്കിയത്? UDF-ന്റെ ഗവൺമെന്റ് അന്ന് കാർത്തികേയനായിരുന്നില്ലേ വൈദ്യുതി വകുപ്പ് മന്ത്രി? പിന്നീട് ചെയ്തെന്താ?
ആ കരാറിന്റെ പശ്ചാത്തലത്തിൽ കാനഡയിൽ പോയിട്ട് സഖാവ് നായനാരും സഖാവ് പിണറായി ചേർന്ന് ചർച്ച നടത്തി മലബാർ ക്യാൻസർ ആശുപത്രി എന്ന് പറയുന്ന ഒരു ആശുപത്രി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഇടപെട്ടു അല്ലേ ചെയ്ത്. ഇപ്പൊ ആളുകൾക്ക് മനസ്സിലാവും അതിന്റെ പേരാണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കനേഡിയൻ ഗവൺമെന്റ് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ഒരു പദ്ധതി മറ്റു രാജ്യങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗമായി പണം കൊടുക്കാൻ വേണ്ടിയുള്ള വ്യവസ്ഥയുണ്ട്. അതുപയോഗിച്ച് ചർച്ച ചെയ്ത് 100 കോടി രൂപയുടെ ക്യാൻസർ ആശുപത്രി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ 10-30 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ ആശുപത്രി ഇങ്ങനെ കെട്ടിടം പണി ഉൾപ്പെടെയുള്ളവ പൂർത്തിയായി. അപ്പോഴത്തേക്ക് ആ ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വന്നു. ആന്റണിയുടെ ഗവൺമെന്റ് CSR ഫണ്ട് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. എല്ലാ തുകയും ഒന്നിച്ച് കിട്ടൂല, ഗഡുക്കളായി കിട്ടൂ. 5-6 ഗഡുക്കൾ. ആദ്യത്തെ ഗഡു പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൊടുക്കണം, UC. അത് കൊടുത്താലേ അടുത്ത ഗഡു കിട്ടൂ. ആന്റണി വന്നതിന് ശേഷം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, ബാക്കി പണം കിട്ടിയില്ല. അതല്ലേ വസ്തുത. ആ വിഷയം കോടതിയിൽ വന്നപ്പോ CBIയോട് ഹൈക്കോടതി ഉപയോഗിച്ച വാക്കുണ്ട്, any person having a modicum of law in his cranium cannot propagate this kind of proposition. എന്നിട്ട് പറഞ്ഞു, he cannot accept any agency to use this kind of proposition for establishing their case. എന്ന് പറഞ്ഞാൽ തലച്ചോറ് നിയമത്തിന്റെ ലെവലേഷൻ കണിക കിടക്കുന്ന ഒരാൾക്ക് ഇമാതിരി ഒരു വാദം ഉന്നയിക്കാൻ കഴിയുകയില്ല. തങ്ങളുടെ വാദം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇമാതിരി വാദം ഉന്നയിക്കുന്നതിന് ഈ കോടതിക്ക് അനുവദിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ കേസാണ് ലാവ്ലിൻ കേസ്. അതിന്റെ മേലെ CBI കൊടുത്തുള്ള ഹർജിയാണ് സുപ്രീം കോടതിയിലുള്ളത്. സുപ്രീം കോടതി അത് എടുക്കുന്നില്ല. CBI പറഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പൊ എടുക്കല്ലേ എടുത്ത അപ്പോൾ കാറ്റ് കഴിയും. എന്നിട്ട് CBI അഭിഭാഷകർ ഹാജരായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന കേസാ കേസ്. ആ കേസ് തള്ളിയ കേസാ. അത് വെച്ചിട്ടാണ് പ്രസംഗം. എന്തിനു വേണ്ടിയാ? ആർക്കെതിരാ? പാർട്ടി ആക്രമിക്കുന്നതിന് വേണ്ടിയല്ലേ? അതിനു വേണ്ടിയല്ലേ നുണപ്രചരണം? പാർട്ടിക്കകത്ത് എത്തുന്ന സമയത്ത് എന്തൊക്കെ കെടുതികൾ ചെയ്തു. പാർട്ടിക്കകത്ത് എത്തുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ പൊടിപ്പുന്ന തൊങ്ങലും വെച്ച് വാർത്ത ചോർത്തി എന്നുള്ള കാര്യം ഇപ്പൊ തെളിഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ ഏഷ്യാനെറ്റിൽ പോയിട്ട് അഭിമുഖം കൊടുത്തത്. ഇക്കാര്യം ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോ ഉടൻ തന്നെ പറയാണ്, ഇങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി KK രാഗേഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്താ തെറ്റാണ്? പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടില്ലേ? ഇല്ലാത്തതാണോ? കർഷക സംഘത്തിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നതിനിടയിൽ സഖാക്കൾ എല്ലാവരും ചേർന്ന് കടകൾ കയറി പിരിക്കുകയാണ്. അപ്പോഴാണ് ഏഷ്യാനെറ്റുകാരൻ വിളിച്ചത്. ഉടനെ തന്നെ പാർട്ടി ഓഫീസിൽ പോയിട്ട് 1 മണിക്കൂറോളം അയാൾ മാറ്റി ചർച്ച ചെയ്തു എന്നുള്ളത് നിങ്ങൾ പാർട്ടിക്കകത്ത് സമ്മതിച്ച കാര്യമല്ലേ? ഇല്ലാത്തതാണോ? വസ്തുതയല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ അന്ന് പറഞ്ഞിട്ടുള്ളൂ. ഏഷ്യാനെറ്റുകാരനെ കണ്ടില്ല എന്ന് പറഞ്ഞില്ല. കണ്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരു റെസീറ്റ്, ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങിയുള്ള റെസീറ്റ്, ആ റെസീറ്റ് അല്ലേ ഏഷ്യാനെറ്റ് ചോർത്തി കൊടുത്തോളൂ. ഇതല്ല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കണ്ടതല്ലേ? ഇതൊന്നും പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ വഞ്ചിച്ച ആളാണ് ഞങ്ങൾ. പാർട്ടിക്കകത്തുനിന്ന് ലഭ്യമാകുന്ന രേഖകൾ, ആ രേഖകളൊക്കെ എടുത്തുകൊണ്ടുപോയി അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അവതരിപ്പിച്ച് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ബന്ധുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രക്തസാക്ഷി ഫണ്ട് മോട്ടിച്ച പാർട്ടിയാണ് എന്ന് പ്രചരിപ്പിച്ചാൽ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയെ നെഞ്ചേറ്റ് നടക്കുന്ന സാധാരണക്കാരുടെ മനുഷ്യരുടെ മനസ്സിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലുണ്ടാകുന്ന വ്യഥ, ദുഃഖം എത്ര വലുതാണ്. നിങ്ങൾ പെരുന്നുണ പറഞ്ഞില്ലേ? TMS ഫണ്ട് മോഷ്ടിച്ചു പറഞ്ഞില്ലേ? സത്യമാണോ? നുണ പറഞ്ഞുകൊണ്ട് നുണയുടെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കിയതാണ് നിങ്ങളുടെ MLA സ്ഥാനം. ആ MLA സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വാ, കോടതിയുടെ മുന്നിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറഞ്ഞ നുണകൾക്കെല്ലാം കയ്യും കെട്ടി ഈ പയ്യന്നൂരിന്റെ മണ്ണ് മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. നുണയുടെ കൂടെ എല്ലാ കാലവും ആളുകളില്ല. ഈ നാട്ടിലെ പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾക്കറിയാം. കമ്മ്യൂണിസ്റ്റുകാര് മുതലാളിമാരുടെ കൂടെ നിൽക്കുന്നവരല്ല. കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ നോക്കി, ഏറ്റവും കൂടുതൽ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇപ്പൊ പ്രളയം വന്നില്ലേ? പ്രളയം വന്നു. ഞാൻ ആ ചെറുപുഴ മേഖലയിൽ പോയി. അവിടെ വീടിന്റെ 1-ാം നില കഴിഞ്ഞ് 2-ാം നില വരെ വെള്ളം കയറിയിരിക്കുകയായിരുന്നു. 2-ാം നില വരെ.
നിങ്ങൾ നോക്ക്, ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് ഈ വെള്ളം കയറി വെള്ളം ഇറങ്ങിയിട്ട് തൊട്ടടുത്ത ദിവസം നോക്കുന്ന സമയത്ത് ആ വീട്ടില് ചളി കൂമ്പാരം ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഫയർഫോഴ്സ് ആ ഭാഗത്ത് പോയില്ല. സാധാരണ നിലയിൽ എല്ലാ ഘട്ടത്തിലും പ്രളയം മഴ വരുന്നതിന് മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണം മുഖ്യമന്ത്രി നേരിട്ടൊരു യോഗം വിളിക്കും. എല്ലാ വകുപ്പ് മേധാവികളുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കും. അതുപോലെ തന്നെ ദുരന്തബാധിത മേഖലകൾ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. മുൻകൂട്ടി ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ റവന്യൂ ഉൾപ്പെടെയുള്ള LSCD ഉൾപ്പെടെയുള്ള സകല വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കും. എവിടെയെങ്കിലും ഒന്നും ഉണ്ടായാൽ അപ്പോ ആ സംവിധാനം അവിടെ ഓടിയെത്തും. ഇത്തവണ ഇവിടെ ചെയ്തില്ല. പോട്ടെ, നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങൾ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇതിന്റെ മുമ്പിലുള്ള ഉദ്യോഗസ്ഥരൊന്നും മാറിയില്ല കേട്ടോ. അതൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരുള്ളത്. അതൊക്കെ ഉപദേശിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്തില്ല. കാരണം അദാനിയെ പോയി കാണാനുള്ള തിരക്കിലായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും. ഒരു ചൊക്കും ചുണ്ടാകുമ്പോൾ ചെയ്തില്ല. എന്നിട്ടോ പ്രളയമുണ്ടായി, വെള്ളം കയറി. എന്നാ പിന്നെ വെള്ളം കയറിയ സ്ഥലത്തൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഫയർഫോഴ്സിനെ അയക്കണം. ഞാനവിടെ പോയപ്പോ കണ്ട കാഴ്ച, വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചില വീടുകളിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ വീടുകളിലാണെങ്കിൽ പാമ്പും അതുപോലെ തന്നെ ഈ ചില വലിയ നിലയിൽ ആകെ വേസ്റ്റൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. വൃത്തിയാക്കാൻ വേണ്ടി വീട്ടുകാരിങ്ങനെ നിസ്സഹായരായിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോഴ് ആ വീടുകളിലേക്ക് ഇറങ്ങിയ ഒരു സംവിധാനത്തിന്റെ പേരാണ് DYFIയുടെ യൂത്ത് ബ്രിഗേഡ് എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. DYFIയുടെ യൂത്ത് ബ്രിഗേഡ് ആ പരിസരത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ലാരും കേട്ടോ. ഞാൻ അവസാനം സന്തോഷം വിളിച്ചു. അവിടെ നോക്കുമ്പോഴത്തേക്ക് പെരിങ്ങോ മേഖലയിലുള്ള യൂത്ത് ബ്രിഗേഡ് മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. അവർ മുഴുവൻ ഇറങ്ങിയാലും അവിടെയുള്ള ഈ ചെളിക്കൂമ്പാരം മാറ്റാൻ കഴിയില്ല. സന്തോഷം വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ പയ്യന്നൂർ മേഖലയിൽ നിന്നും യൂത്ത് ബ്രിഗേഡിന്റെ സഖാക്കൾ അങ്ങോട്ടേക്ക് പോകണം. പോയി 100 കണക്കിന് സഖാക്കൾ. എന്നിട്ട് അവിടെ പോയിട്ട് DYFIയുടെ യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായിട്ട് സഖാക്കളാ ആ വീടുകളിൽ മുഴുവൻ വൃത്തിയാക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താ പറയുക? പരിസരത്തുള്ള കിണർ മുഴുവൻ ചെളിയാണ്. ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. എന്നിട്ട് കുന്നിൻ മുകളിലുള്ള വീടുകളിൽ വെള്ളം കയറാതിടങ്ങളിൽ ഉള്ള കിണറുകളിൽ നിന്ന് വെള്ളം തലച്ചുമടായി കൊണ്ടുവന്നിട്ടാണ് ആ സഖാക്കൾ വീടുകളാകെ ക്ലീൻ ചെയ്തത്. തലച്ചുമടായി കൊണ്ടുവന്നിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ഫയർഫോഴ്സ് പോയാൽ പോരെ? ഫയർഫോഴ്സ് പോയിട്ട് ആ വെള്ളം ഉപയോഗിക്കാനോ, അവിടെ ടാങ്കിലുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനോ അതിനുള്ള സംവിധാനം ഫയർഫോഴ്സിനുണ്ടല്ലോ. എന്താ ചെയ്യാതെ ഇറങ്ങിയോ? അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യര് തുടർച്ചയായി വിളിച്ചു. അത്ര ഒരാളെ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. അയാൾ കടന്നുറങ്ങായിരുന്നു കേട്ടത്. ഫോണ് സ്വിച്ച് ഓഫ് ആണ് എന്നാണ് കേട്ടത്. വിളിച്ചിട്ടൊന്നും വരുന്നില്ല. അവസാനം ഒരു രാജേഷ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ മരിച്ചു. നമ്മുടെ നാടിനെ ആളുകളെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ബെന്നി എന്ന് പറയുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ രക്തസാക്ഷിയാൻ വേണ്ടി വന്നു, മരണപ്പെടേണ്ടി വന്നു. കുടുംബങ്ങൾ വിളിച്ചു. MLA അങ്ങോട്ടേക്കില്ല. കഴിഞ്ഞ ദിവസം നോക്കുമ്പോഴത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടു ഇയാളെ കണ്ടത്. ഈ ഒരു വാർത്ത ഞാൻ അറിഞ്ഞത് ഇന്നാണ്. ഉറങ്ങിപ്പോയി. ഇന്നാണ് ഒരു മാതൃകാ MLA, വിപ്ലവകാരിയായ MLA. നോക്കണം, ഏറ്റവും നല്ല ഉത്തമ കമ്മ്യൂണിസ്റ്റായ MLA ഉറങ്ങിപ്പോയി പോലും. ഇന്നലെ നോക്കുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിൽ നിറയെ വീട്ടിന് മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ടിരിക്കുക. നിങ്ങൾ നോക്കണം, എല്ലാം വൃത്തിയാക്കി റെഡിയാക്കി പോയതിനു ശേഷം അതിന്റെ മുമ്പിൽ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ. എന്നിട്ട് അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനം നേതൃത്വം നൽകുന്നു മിസ്റ്റർ V കുഞ്ഞികൃഷ്ണൻ. ഇത്രയും കാപട്യം വേണോ? കാപട്യമേ അതിന്റെ പേരാണ് V കുഞ്ഞികൃഷ്ണൻ. ഇതിലപ്പുറം അപമാനകരമല്ലേ ഈ പയ്യന്നൂരിന്? എത്ര വലിയ മഹാന്മാർ MLA മാരായിരുന്ന നാടാണ് ഈ പയ്യന്നൂർ. താട്ടിപ്പിലൂടെ ഉടായ്പിലൂടെ MLA ആയി എന്നുള്ളതുകൊണ്ട് ആ ഉടായ്പും വെച്ച് എല്ലാ കാലത്തും ഇങ്ങനെ പോകാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ സ്വയം എക്സ്പോസ് ആവും. സ്വയം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടും. അങ്ങനെ തുറന്നു കാട്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോ ഞങ്ങള് ഈ മാർച്ചിലൂടെ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഉത്തരവാദികളെ പിടിക്കണം. അങ്ങനെ പിടിച്ചാൽ അതോടുകൂടി ചിലരുടെ ശരിയായ മുഖം ഇപ്പം തന്നെ മുഖം മൂടി മല്ല അഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. കോടതിയിൽ കേസ് കൊടുത്തോടുകൂടി ഒന്ന് അടിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കോടതിയിൽ വന്ന് ഇനിയിപ്പോ വിസ്തരിക്കുന്ന സമയത്ത്, ഉത്തരം പറയുന്ന സമയത്ത് ശരിക്കും അടിഞ്ഞു വീഴും. ഈ പ്രതികളെ പിടിക്കണം.
പിടിക്കുമ്പോൾ ചിലരുടെ എല്ലാം മുഖം മൂടി ഞാൻ പറഞ്ഞ നാരദന്മാരുടെ ഇവിടെയുള്ള വലിയ വിപ്ലവകാരിയുടെ പിന്നിൽ നിൽക്കുന്ന മഹാനാരദന്റെ ഒക്കെ മുഖം മൂടി അരിഞ്ഞു മൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണം, ബന്ധപ്പെട്ടവർക്കെതിരായി നടപടി സ്വീകരിക്കണം, ഉത്തരവാദികളെ പിടിക്കണം. അതുകൊണ്ട് ചെന്നിത്തലയുമായി ചേർന്ന് നിന്ന് എന്നാ പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങ് പിടിച്ചിട്ട് കള്ളക്കേസിലങ്ങ് ചുമത്തിക്കളയാം എന്നാണ് ഈ ഉടായ്പുകാർ ധരിക്കുന്നതെങ്കിൽ അതും ഞങ്ങള് കണ്ടോളാം എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. അതുകൊണ്ട് അമ്മാതിരി പണിക്കൊന്നും പോണ്ട. ആരാ ഉത്തരവാദി, ആ ഉത്തരവാദിയായ ആളെ തന്നെ പിടികൂടണം. അവരാരായാലും പാർട്ടിയുടെ പൊതു താല്പര്യത്തിനെതിരാണെന്ന് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് ആരായാലും അത്തരം ആളുകളെ പിടികൂടണം. പിടികൂടുന്നതിന് വേണ്ടി പോലീസ് തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുന്നില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളൊരു മാർച്ച് മാത്രം നടത്തി. തയ്യാറാവണം. ഈ പയ്യന്നൂരിലെ പാർട്ടി വെറുതെ ഉണ്ടായ പാർട്ടിയല്ല. ഇപ്പൊ പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും അക്രമത്തിന് പോയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കെതിരായിട്ട് കേസിൽ വരാത്തത്. അതാണല്ലോ, ഞാനൊരിക്കലും അക്രമത്തിന് പോയിട്ടില്ല, ഞാനൊരു മഹാനായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, കയ്യൂരിലെ സഖാക്കൾ ആക്രമിച്ചുകൊണ്ടാണോ തൂക്കിലേറ്റപ്പെട്ടത്? കരിവള്ളൂരിലെ സഖാക്കൾ ജീവത്യാഗം നടത്തേണ്ടി വന്നിട്ടുള്ളത് ആക്രമിച്ചുകൊണ്ടാണോ? കയ്യൂരിലും കരിവള്ളൂരിലും കാവുമ്പായിലും മുനീൻകുന്നിലും പറശ്ശിയിലും പായത്തും കേരളത്തും തില്ലങ്കേരിയിലും അതുപോലെ തന്നെ താടിക്കുന്നിലും മുനീൻകുന്നിലുമെല്ലാം സഖാക്കൾ രക്തസാക്ഷികളായത്, കോറോത്തും എല്ലാ സഖാക്കൾ രക്തസാക്ഷികളായത് അക്രമകാരികളായതുകൊണ്ടാണ്. പാർട്ടി അക്രമകാരികളുടെ പാർട്ടിയാണ് പോലും. ഇപ്പം സുധാകരന് പോയിട്ട് ഷാളണീച്ചു കൊടുത്തിട്ട് നേരെ വന്നിട്ട് പത്രസമ്മേളനം നടത്തിട്ട് പറയുകയാണ് CPM അക്രമകാരികളാണ്, ഞാൻ അക്രമം നടത്തില്ല, അതുകൊണ്ട് എന്റെ പേരിൽ കേസില്ല. ഈ കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ഒരു മനുഷ്യനെ കുത്തിക്കൊന്നതാരാ? സഖാവ് അഷ്റഫിനല്ലേ ആദ്യമായി കത്തിയെടുത്ത് കുത്തിക്കൊന്ന സംഭവം ഉണ്ടായത്? അഷ്റഫിനെ കുത്തിക്കൊന്നതല്ലേ ആദ്യത്തെ സംഭവം? ആരാ കൊന്നേ? കോൺഗ്രസ് അല്ലേ അഷ്റഫിനെ കുത്തിക്കൊന്നേ? വെണ്ണന്തോളിലെ അഷ്റഫിനെ കുത്തിക്കൊന്നത് കോൺഗ്രസ് അല്ലേ? ആദ്യമായി കണ്ണൂർ ജില്ലയില് ബോംബ് പ്രയോഗിച്ചതാരാ? ആദ്യമായി ബോംബ് പ്രയോഗിച്ച സഖാവ് കൊളങ്ങരത്ത് രാഘവനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു ഈ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ബോംബേറ് സംഭവം. ആരാ ജില്ലയിലെ? കോൺഗ്രസ് അല്ലേ? ഈ കണ്ണൂർ ജില്ലയില് ആദ്യമായി ഒരു മനുഷ്യനെ തല്ലിക്കൊന്നത് ഏത് സംഭവമാണ്? കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മൊയാർത്ത് ശങ്കറിനെ കൊലപ്പെടുത്തിയ സംഭവമല്ലേ? പൊതിച്ച തേങ്ങ കൊണ്ട് ഇടിച്ചിടിച്ചിട്ടാണ് സഖാവ് മൊയാർത്തിനെ കൊന്നത്. ആദ്യമായി കൊന്ന സംഭവം കോൺഗ്രസ് അല്ലേ ചെയ്തത്? കോൺഗ്രസ് അല്ലേ? ആദ്യമായി ചുട്ടുകൊന്നതാരാ? കോൺഗ്രസ് അല്ലേ? ചീമേനിയിലെ സഖാക്കളെ ഇവിടെ ചുട്ടുകൊന്നത് കോൺഗ്രസ് ആയിരുന്നില്ലേ? ആദ്യമായി വെടിവെച്ചു കൊന്നതാരാ? നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊന്നത് കോൺഗ്രസ് അല്ലേ? ഈ സംഭവങ്ങളിലെല്ലാം നേരിട്ടും അല്ലാതെയും ബന്ധമുള്ള മനുഷ്യന്റെ പേരാണ് കുമ്പക്കൊടി സുധാകരൻ. ആ കുമ്പക്കൊടി സുധാകരനെ കൊണ്ടുപോയി ഷാളണിച്ച് കെട്ടിപ്പിടിക്കുന്ന ആരുടെ പേരാണ്? വി കുഞ്ഞികൃഷ്ണൻ. സമാധാനകാംക്ഷിയായ വി കുഞ്ഞികൃഷ്ണൻ. നിങ്ങൾ ഓർക്കണം. എന്നിട്ട് പറയാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷികളുടെ പാർട്ടി, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ജീവത്യാഗം നൽകേണ്ടി വന്നിരുന്ന പാർട്ടിയെ പറയാണ് ഞങ്ങൾ അക്രമകാരികൾ. കുഞ്ഞികൃഷ്ണൻ അക്രമം നടത്താത്തയാള്. അപമാനകരമാണ് മിസ്റ്റർ കുഞ്ഞികൃഷ്ണൻ. നിങ്ങളുടെ പേരുന്നോണങ്ങള് എല്ലാ കാലവും പോവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്, ഉത്തരവാദികൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. സൈബർ കേസിൽ സൈബർ സെല്ലിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേലെ നടപടി വേണം. മറ്റ് ഇവിടെ ചൂണ്ടിക്കാണിച്ച 3 സംഭവങ്ങളുണ്ട്, അതിന്റെ മേലെയും നടപടി സ്വീകരിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ ശക്തമായ ജനകീയ പ്രതിഷേധം നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.